ഒരു ഹൊറർ മൂവി കണ്ട് പേടിച്ച് വിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് ഈ കാണുന്ന സാത്താൻ സ്ലേവ് എന്ന സിനിമ. സാത്താൻ സ്ലേവ് ഉണ്ട്, അതുപോലെ തന്നെ സാത്താൻ സ്ലേവ് 2 കമ്മ്യൂണിക്കേഷനും ഉണ്ട്. 2 സിനിമയും കണ്ടു നോക്കുക. ആദ്യം ഫസ്റ്റ് പാർട്ട് കാണുക, അതിനുശേഷം സെക്കൻഡ് പാർട്ട് കാണുക. ഏറ്റവും ലാസ്റ്റ് ഒരു നല്ലൊരു ഹൊറർ മൂവി എന്ന് പറയാനായിട്ട് കണ്ടത് ദി കോഞ്ചറിങ് ആയിരുന്നു, ഫസ്റ്റ് ഭാഗം. അതിലെ ചില സീനുകളൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഭയം തോന്നിയിരുന്നു. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ ഈ സിനിമയിലുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടി ഇല്ലാതെ നമുക്ക് മുഴുവനായിട്ടും ഒറ്റ ഇരിപ്പിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് സാത്താൻ സ്ലേവ്. കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെഡ്ഫോണൊക്കെ ഉപയോഗിച്ച് രാത്രിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങളെ ഭയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. സിനിമയുടെ മലയാളം സബ്ടൈറ്റിൽ നമുക്ക് എംസോണിൽ ലഭ്യമാണ്. സാത്താൻ സ്ലേവിൻ്റെ 2ൻ്റെ മലയാള സബ്ടൈറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സാത്താൻ സ്ലേവ് 2 കമ്മ്യൂണിക്കേഷൻ്റെ സബ്ടൈറ്റിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഹൊറർ മൂവി കണ്ട് ഭയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക. സിനിമയുടെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നൽകുന്നില്ല. കാരണം അങ്ങനെ ഒരു കണ്ടതിന് ശേഷം സിനിമ കാണുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഒരു പ്രതീക്ഷയുമില്ലാതെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നോക്കുക. 2 സിനിമയും നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട 2 സിനിമകളാണിത്, സാത്താൻ സ്ലേവും സാത്താൻ സ്ലേവ് 2 കമ്മ്യൂണിക്കേഷനും. അപ്പോൾ പടം കണ്ടിട്ടുള്ളവർ പടത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണാത്തവർ കണ്ടതിന് ശേഷം സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.